Let us welcome Clelia sisters to be seated here. Prayer song by Clelia sister, Sister Kochurani and Sister Jesna Maria. Prayer song of Saint Clelia. I call upon our vicar, Father Johnson V. Pattiparmil, to address the gathering. വലിയ സന്തോഷത്തോടുകൂടെയുള്ള ഒരു ചരിത്ര നിയോഗത്തിന് ഇന്ന് ഈ ദേവാലയം സാക്ഷ്യം വഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോയിച്ച, സാബുച്ച, സിസ്റ്റർ ജിജി തെരേസ്, ശോഭ, തങ്കച്ചൻ മാസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. തങ്കച്ചൻ മാഷെ, വിൽസൺ, കൈക്കാരന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ്. വിശുദ്ധ ക്ലേലിയായുടെ ജീവചരിത്രത്തിൻ്റെ തമിഴ് പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടത്തപ്പെടുക. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല, കാരണം അതിന് സിസ്റ്റേഴ്സ് ഉള്ളവരാണ് പറയേണ്ടവർ പറയും. നിങ്ങൾക്കറിയാം, ക്ലേലിയ ജീവിച്ചതും ക്ലേലിയ പ്രവർത്തിച്ചതും ക്ലേലിയ മരിച്ചു വീണതുമൊക്കെ സ്വന്തം ഇടവക ദേവാലയത്തോടും ഇടവകയോടും ചേർന്നു. അവിടെ നിന്ന് ആരംഭിച്ച ജീവിതം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്ക, ഇന്ത്യ, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് അവർ പടർന്ന് ഒരുപാട് ശുശ്രൂഷകൾ
പ്രധാനമായിട്ടൊരു ശുശ്രൂഷാതലം ഇടവക ജോലികളിൽ, ഇടവക വേദപാഠം, ഇടവക ദേവാലയത്തിലെ മറ്റ് ജോലികളിൽ സഹായിക്കുക എന്നുള്ളതാണ്. അവർക്ക് മറ്റ് രാജ്യങ്ങളിലാണ്, ഇന്ത്യയിൽ മാത്രമാണ് ഒരു കൊച്ചു സ്കൂളുള്ളത്. ബാക്കി ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനങ്ങളില്ല. അതേസമയം റോമിലെയും ഇറ്റലിയിലെയും മറ്റ് ഒക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മറ്റ് ഒക്കെ അവർ ഒത്തിരി സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹം ആണ് വിശുദ്ധ ക്ലേലിയായിൽ സ്ഥാപിതം. വ്യാകുല മാതാവിൻ്റെ കൊച്ചു സഹോദരികൾ, ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് മദർ ഓഫ് സോറോസ്. ഇവർ വിളിക്കപ്പെടുന്നത് അങ്ങനെയാണ്, നീണ്ട പേരാണെങ്കിൽ പറയും ക്ലേലിയ സിസ്റ്റേഴ്സ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അതിന് ഇന്ന് ഈ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ജോയിച്ചൻ ഇവിടെയുണ്ട്. ജോയിച്ചൻ അവരുമായിട്ട് വലിയ അടുപ്പമുണ്ട്, വലിയ ബന്ധമുണ്ട്. കാരണം അച്ഛൻ്റെ ശുശ്രൂഷകളിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഈ രൂപതയിൽ ചെലവഴിച്ചപ്പോൾ അതിലേറ്റവും കൂടുതൽ അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ചവരാണ് ഇവരോരോരുത്തരും. അതുകൊണ്ട് ജോയിച്ചനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മുടെ സാബു അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. ചാവറ സ്കൂളിലെ പ്രിൻസിപ്പൽ അച്ഛനാണ്. അച്ഛൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫംഗ്ഷൻ ഇവിടേക്ക് വരിക. അതിന് കാരണമുണ്ട്, കാരണം ഞാൻ പിന്നീട് പറയാം. പിന്നെ ഈ കോൺഗ്രിഗേഷൻ്റെ ഇന്ത്യയിലെ ഡെലഗേറ്റ് സുപ്പിയർ സിസ്റ്റർ ജിജി തെരേസ് ഉണ്ട്, പിന്നെ വിൽസൺ ഉണ്ട്, കൈക്കാരന്മാരുണ്ട്, ശോഭയും തങ്കച്ചൻ മാസ്റ്ററുണ്ട്. ഇവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ ഒരു ദിവസം നമുക്ക് ഏതാനും സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ജീവിത സാക്ഷ്യത്തിൻ്റെ വിവരണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ കേൾക്കാനും അത് നമ്മുടെ ഇടയിൽ വെച്ച് ആ പുസ്തകം പ്രകാശനം ചെയ്യാനൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെ സാധിച്ചതിൻ്റെ ഒരു കാരണം തങ്കച്ചൻ മാസ്റ്ററും ശോഭയുമാണ്. കാരണം ഇവരാണ് ഈ പുസ്തകം വായിക്കുകയും ഈ പുസ്തകം തങ്കച്ചൻ മാസ്റ്റർ നിർബന്ധമായിരുന്നു ഈ പുസ്തകം നമുക്ക് തമിഴ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ അത് നിർവഹിക്കപ്പെട്ടു. ഇത് നിർവഹിക്കപ്പെട്ടപ്പോൾ ഇതിന് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വിൽസൺ പറഞ്ഞു, എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ ഞാനൊന്ന് സഹായിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിൽസൺ അതിൻ്റെ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഈ പുസ്തകം ഇന്ന് വെളിച്ചം കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും, വിൽസണിനെയും അച്ഛന്മാരെയും സിസ്റ്ററെയും ശോഭയും തങ്കച്ചമാഷയും കൈക്കാരന്മാരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ, നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ചരിത്ര നിമിഷത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. I request Sister Rosa Maria to give an introduction to the translated version of Saint Clelia. അൽബേനിയക്കാരി ആഗ്നസ് ട്രെയിൻ യാത്രക്കിടെ ഒരു ഉൾവിളി, നീ വെളിച്ചമാവുക. എവിടെ? നീ കൽക്കട്ടയിലേക്ക് പോവുക. ആഗ്നസ് സിസ്റ്റർ തെരേസയായി, മദർ തെരേസയായി, വിശുദ്ധ മദർ തെരേസയായി രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലം മറക്കില്ലൊരിക്കലും. ആ ഒരു പാത്രം ചോറും അച്ഛനെയും എന്ന് പറഞ്ഞ് ഒരു പിഞ്ഞാണം ചോറ് പങ്കുവെച്ച് കിട്ടിയതിൻ്റെ ഓർമ്മ ഒരു നല്ല മനസ്സ് പങ്കുവെച്ചപ്പോൾ അരികെ നിന്ന ഒരു സാധു കർഷകൻ ഈ പങ്കുവെപ്പിന് ഒരു അടിക്കുറിപ്പ് എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു വെച്ചു. അങ്ങനെയാണ് അച്ചോ, പങ്കുവെച്ചതൊന്നും വെറുതെ പോകില്ല. അതെല്ലാം നല്ല ഓർമ്മകളാണ്. പങ്കുവെക്കാത്തത് ഒരിക്കലും ഓർമ്മകളാകില്ല. വേദിയിലെ പ്രിയ വൈദിക സഹോദരങ്ങളെ, സാന്നിധ്യം കൊണ്ട്, കർമ്മം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, മതാധ്യാപകരെ, സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, ജന്മം നൽകാതെ അമ്മയെന്നും കൂടെ പിറക്കാതെ സഹോദരി എന്നും ഒരുപാട് സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ മനുഷ്യര് നിങ്ങളൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ മാത്രം, കന്യാസ്ത്രീകളെ മാത്രം.
ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ജീവിതം ബലിയായി കൊടുത്ത, ജീവിത സ്വപ്നങ്ങളെ ഹോമിച്ച സമർപ്പിത വ്യക്തിത്വങ്ങൾ. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ ഇന്ന് ഈ കുടുംബ സദസ്സിൽ നാം പരിചയപ്പെടുകയാണ്. ഇറ്റലിയിൽ ബൊളോഞ്ഞയിലെ ബൂദ്രിയെ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ 1847 ഫെബ്രുവരി 13 ജനിച്ച ക്ലേരിയ ബർബിയേരി. പ്രായത്തെ അതിശയിക്കുന്ന ദൈവസ്നേഹത്താൽ കത്തിയെരിഞ്ഞ അവൾ 8 വയസ്സിൻ്റെ നിഷ്കളങ്കതയിൽ ചോദിക്കുന്നു, അമ്മേ, എനിക്ക് എങ്ങനെയാണ് ഒരു വിശുദ്ധയാകാൻ കഴിയുക? 8 വയസ്സിൽ തന്നെ പിതാവ് മരണമടഞ്ഞപ്പോൾ ഉപജീവനത്തിന് വേണ്ടി നൂൽ നൂൽക്കുന്ന ജോലിയിൽ അവൾ അമ്മയെ സഹായിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ലാത്ത അവൾ ദൈവം നൽകിയ ആത്മജ്ഞാനത്താൽ 15-ാമത്തെ വയസ്സിൽ മതാധ്യാപികയായി സ്വന്തം ഇടവകയിൽ ശുശ്രൂഷ ആരംഭിക്കുന്നു. വളർന്നു വരുന്തോറും യുവത്വത്തിലേക്ക് കടന്നപ്പോൾ അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എൻ്റെ ജീവിതം ആത്മനാഥനായ യേശുവിന് മാത്രം. അത് അവളുടെ ജീവിത സ്വപ്നമായി മാറി. മതാധ്യാപകരായ ഇതേ ആശയം തന്നെ ഉണ്ടായിരുന്ന 3 സുഹൃത്തുക്കളോടുകൂടി മതമർദ്ദനത്തിൻ്റെ കാലഘട്ടത്തിൽ ആശ്രമങ്ങളും സന്യാസ ഭവനങ്ങളും അടച്ചുപൂട്ടുന്ന കാലഘട്ടത്തിൽ 1868 മെയ് 1 വികാരിയച്ഛൻ്റെ സഹായത്തോടെ വ്യാകുല മാതാവിൻ്റെ കൊച്ചു സഹോദരികൾ എന്ന സന്യാസ കുടുംബത്തിന് അവൾ ആരംഭം കുറിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് ക്ലേശങ്ങളുടെ, അധ്വാനത്തിൻ്റെ, പട്ടിണിയുടെ നാളുകളായിരുന്നു. അവൾ രോഗബാധിതയായി. ക്ലേശങ്ങളിലും സഹനത്തിന് സൗന്ദര്യമുണ്ടെന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി 21-ാമത്തെ വയസ്സിൽ ഒരു സന്യാസ കുടുംബം ആരംഭിച്ച ആ പെൺകുട്ടി 2 വർഷങ്ങൾക്കു ശേഷം 23-ാമത്തെ വയസ്സിൽ ക്ഷയരോഗബാധിതയായി തൻ്റെ ആത്മനാഥൻ്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. 1989 ഏപ്രിൽ 9 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധരുടെ പട്ടികയിൽ എഴുതി ചേർത്തു. ക്ലേലിയ ബർബിയേരി കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സഭാസ്ഥാപക. ബൊളോഞ്ഞ അതിരൂപതയിൽ മതാധ്യാപകരുടെ മധ്യസ്ഥയായി, യുവജനങ്ങളുടെ മധ്യസ്ഥയായി വണങ്ങപ്പെടുന്നവൾ. യേശുവിൻ്റെ പീഡാനുഭവത്തോട്, വ്യാകുല മാതാവിനോട്, ദിവ്യകാരുണ്യത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്നവൾ. ഞാൻ കിടന്നു മരിക്കുന്ന ഈ മുറി ദേവാലയമായി മാറും. അനേകർ ഇവിടെ പ്രാർത്ഥിക്കാൻ വരും. അവർ ശാന്തിയും സമാധാനവും കണ്ടെത്തും. ഇന്ന് അവൾ കിടന്നു മരിച്ച മുറി ഞങ്ങളുടെ നൊവിഷ്യേറ്റ് ഹൗസിൻ്റെ ദേവാലയമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല, എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്നും അവൾ അവളുടെ സ്വർഗീയ സ്വരം ഞങ്ങളെ കേൾപ്പിക്കുന്നു, ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുന്നു, പാടുന്നു. ഒരു വാടക വീട്ടിൽ ആരംഭിച്ച ഈ സന്യാസ കുടുംബത്തിന് സ്വന്തമായി ഒരു കിടപ്പാടമില്ലാതിരുന്നപ്പോൾ മരണക്കിടക്കയ്ക്ക് ചുറ്റും നിന്ന് കരഞ്ഞ 3 കൂട്ടുകാരോട് അവൾ പറഞ്ഞു, ആ കാണുന്ന വയലിൽ നിങ്ങൾ അധ്വാനിക്കാതെ
നിങ്ങൾക്കായി ഒരു വീട് ഉയർന്നു വരും. പ്രിയമുള്ളവരെ, അവളുടെ മരണത്തിനു ശേഷം ഒരു പ്രഭുവിന് ഉണ്ടായ ദർശനമനുസരിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് പണിത് നൽകിയ വീടാണ് ഞങ്ങളുടേതെന്ന് പറയാൻ ആദ്യത്തേത്. സമുദ്രങ്ങളും താഴ്വരകളും പർവ്വതങ്ങളും കടന്ന് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാൻ നിങ്ങൾ വ്യാപിക്കും എന്ന അവളുടെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഞങ്ങൾ ഓരോരുത്തരും. ആഫ്രിക്ക, ബ്രസീൽ, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഞങ്ങളുടെ ക്ലേലിയ സിസ്റ്റേഴ്സ് ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അവളുടെ ഈ വിശുദ്ധ ജീവിതം അതിനാൽ ആകൃഷ്ടയായി പൗളോ റിസോ എന്ന ഇറ്റാലിയൻ എഴുത്തുകാരൻ എഴുതിയ പുസ്തകമാണ് ഉൻ കാന്തോ ദമോരെ, ഇറ്റാലിയൻ ഒരു സ്നേഹഗീതം എന്നത്. 1989 അവളെ വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ച വർഷമാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. അത് പല ഭാഷകളിലേക്ക്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, മലയാളം, പോർച്ചുഗീസ്, സ്വേലി, പോളിഷ്, ഫ്രഞ്ച് എന്നിങ്ങനെ വിവിധ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരാകർഷണീയമായ പുസ്തകം. എന്തോ ദൈവനിയോഗത്താൽ ഇടയപാളയം ഇടവക അംഗങ്ങളെ, ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അത് തമിഴകത്തിൻ്റെ മക്കൾക്കായി, അത് തമിഴിൽ, ലോകഭാഷകളിൽ ഏറ്റവും പുരാതനമായ തമിഴിൽ അത് പരിഭാഷ ചെയ്യപ്പെട്ട് ഇന്ന് അത് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കത്തോലിക്ക സഭയുടെ വസന്തമാണ് സന്യാസം. തിരുസഭയുടെ പരിശുദ്ധി സ്വന്തമാക്കിയ ജീവിതാവസ്ഥ. മറക്കില്ലൊരിക്കലും ഈ ജീവിതത്തിൻ്റെ വിശുദ്ധി. ഒരു കൊച്ചു കുടുംബത്തിൻ്റെ പരിവൃത്തത്തിൽ ഒതുങ്ങാതെ 2-3 പേരുടേത് മാത്രമായി ചുരുങ്ങിത്തീരാതെ ദൈവപിതാവിന് എത്രയേറെ മക്കളുണ്ടോ അവരുടെയൊക്കെ മാതൃത്വം ഏറ്റെടുക്കാൻ ഉള്ള വിളിയാണ് കത്തോലിക്ക സഭയിൽ സന്യാസം. ധ്യാനം കഴിഞ്ഞു വന്ന മകൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ സങ്കടങ്ങളുണ്ടെന്ന് കൗൺസിലർ പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, ഈശോക്കെങ്കിലും അറിയാമല്ലോ എനിക്ക് സങ്കടങ്ങളുണ്ടെന്ന്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്വന്തം കുടുംബത്തിലുള്ളവരുടെ ഭാഷ പോലും അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കച്ചവട ലോകത്ത്, പ്രിയമുള്ളവരെ, കരയുന്നവൻ്റെ കണ്ണീരൊപ്പാൻ, അവനെ ചേർത്ത് പിടിക്കാൻ, തോറ്റവൻ്റെ പക്ഷം പിടിക്കാൻ ജന്മം വിട്ടുകൊടുക്കുന്നതാണ് പ്രിയമുള്ളവരെ സന്യാസം. ഇടയപാളയം ഇടവകയിലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മീയ യാത്രയിൽ, വിശ്വാസ ജീവിതത്തിൽ ഒരു 1/4 നൂറ്റാണ്ട് നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ജൂബിലി ആഘോഷങ്ങളൊക്കെ വളരെ മനോഹരമായി. ചിന്തിക്കാം, പൗരോഹിത്യ സന്യസ്ത ശുശ്രൂഷകളിലേക്ക് ഈ ഇടവക കുടുംബത്തിൽ നിന്ന് എത്ര മക്കളെ നൽകാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. മാതാപിതാക്കളെ, നിങ്ങൾ പറയും, കുടുംബം നിലനിർത്തണ്ടേ സിസ്റ്ററെ, ഞങ്ങൾക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ വേണ്ടേ? അമ്മമാരെ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര മക്കളെ വളർത്തി? 1, 2, 3, അതിനപ്പുറം എന്നും മക്കളെ വളർത്തുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കൈകളിലൂടെ കടന്നു പോകുന്ന തലമുറകൾ. മതാധ്യാപകരെ, വിശ്വാസ പരിശീലനത്തിൽ
ഇടവകയുടെ കരുത്താണ് നിങ്ങൾ. തലമുറകൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നവർ. ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ, അതിനൊരു താങ്ങാകാൻ നാം എന്തൊക്കെ ചെയ്യുന്നു? ഈ ഇടവക കുടുംബത്തിലെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കൊച്ചനുജത്തിമാരെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ നിങ്ങൾ എന്താ പറയുക? എൻ്റെ സിസ്റ്ററെ, ആകെ കിട്ടുന്നൊരു ലൈഫ് അതങ്ങനെ അനുഭവിച്ച് ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഓർക്കുക, തമ്പുരാൻ ചോദിക്കുന്നു, എനിക്കായി നിന്റെ പ്രിയ തീരങ്ങളെ ഉപേക്ഷിക്കാൻ, നിന്റെ ജീവിത സ്വപ്നങ്ങളെ ഹോമിക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ കൂടെ പോരുന്നോ എന്ന് തന്നെയാണ്. ചിന്തിക്കാം. പരിശുദ്ധമായ ഈ അൾത്താരയ്ക്ക് മുൻപിൽ, ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലിരുന്ന് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ആലോചിക്കുക. കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദൈവപുത്രനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വിളിച്ചു വരുത്താൻ കഴിയുന്ന പുരോഹിതനില്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇല്ല. വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭ ഇല്ല. വൈദികരും സന്യസ്തരും ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. പ്രിയമുള്ളവരെ, എല്ലാം സ്വന്തമാക്കി സ്വരുക്കൂട്ടി വെക്കുന്നതിനു മേലൊക്കെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടോ എന്നുകൂടി ഈ അവസരം നമുക്ക് ചിന്തിക്കാം. അവനവന് വേണ്ടി ജീവിച്ചവരാരും മനുഷ്യ ചരിത്രത്തിലില്ല. അപരന് വേണ്ടി ജീവിതം പങ്കിട്ട് കൊടുത്തവരെ മാത്രമേ ലോകം ഓർക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ മനസ്സിലും സഹോദരന്റെ മനസ്സിലും അവന് മാത്രമേ സ്ഥാനമുള്ളൂ. പ്രിയമുള്ളവരെ, ചിന്തിക്കുക. ഇതൊരു നിയോഗമാണ്. ഈ സദസ്സ് നിങ്ങൾക്കൊരുപാട് നന്മ ആശംസിക്കുന്നു. ഈ ഇടവക കൂട്ടായ്മയിലെ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും വിശുദ്ധ ക്ലേലിയ ബർബിയേരി എന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സന്യാസ കുടുംബം ആരംഭിച്ച് 2 വർഷം മാത്രം ജീവിച്ചും മരണമടഞ്ഞ് കടന്നുപോയ ഒരു കൊച്ചു വിശുദ്ധയുടെ മാധ്യസ്ഥ്യവും പ്രാർത്ഥനാ സഹായവും എന്നും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുന്നു. ക്രിസ്തുമസിൻ്റെ വരാനിരിക്കുന്ന നാം കാത്തിരിക്കുന്ന പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി. Thank you, sister. Now I request for the valedictory talk our rector of St. Mary's Minor Seminary, Father Joy Chitlapalli. സ്നേഹമുള്ള അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റർ ജിജി തെരേസ, ശോഭ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ പുസ്തകം റിലീസ് ചെയ്യേണ്ടത് ഞാനാണോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ അങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് കാരണവും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് ഇവർക്കറിയില്ല. 2014 നമ്മളുടെ സിസ്റ്റേഴ്സ് സെമിനാരിയിലെ ശുശ്രൂഷയ്ക്ക് വന്ന വർഷം വൊക്കേഷൻ ക്യാമ്പ് നടക്കുമ്പോൾ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററോട് പറഞ്ഞു, അൽഫോൻസ് സിസ്റ്ററാണ്, വൊക്കേഷൻ ക്യാമ്പിന് വരണം, നിങ്ങൾ കോൺഗ്രിഗേഷനെ കുറിച്ച് പറയണം. സിസ്റ്റർ വന്ന് കോൺഗ്രിഗേഷനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഒരു ലീഫ്ലെറ്റോ തമിഴിലോ അങ്ങനെയുള്ള പ്രാർത്ഥനകളോ ഒന്നും സിസ്റ്ററിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അന്നാണ് തങ്കച്ചൻ മാഷ് അവിടെ ഞങ്ങളെ ബ്രദേഴ്സിനെ പഠിപ്പിക്കാൻ വരുന്നുണ്ടായിരുന്നു.
അച്ഛനോട് തങ്കച്ച മാഷോട് പറഞ്ഞ് അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇംഗ്ലീഷിലേക്കും. അങ്ങനെ ആ ലീഫ്ലെറ്റാണ് പിന്നീട് വരുന്ന വൊക്കേഷൻ ക്യാമ്പുകളിലൊക്കെ കൊടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിശുദ്ധിയെക്കുറിച്ച് അറിയാനായിട്ട് ഈ തമിഴ് ലാംഗ്വേജിൽ ഒരു സാധ്യതയുമില്ലാത്ത ഒരവസ്ഥ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് തങ്കച്ച മാഷ് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ശോഭ മിസ്സും പിന്നെ അതിൻ്റെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ചെയ്യാനായിട്ട് നമ്മളുടെ സിസ്റ്റർ റോസമരിയ സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ അത് പൂർത്തീകരിക്കപ്പെട്ടത്. ഈ ജീവചരിത്രം രൂപപ്പെടാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ട്രാൻസ്ലേഷൻ തന്നെ കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതിൽ വായിച്ച് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ വിശുദ്ധിയുടെ ജീവിതം അത് ചരിത്രമായിട്ട് രൂപപ്പെടുന്നത് ബയോഗ്രഫി എഴുതിയ ഒരു ഇതിൽ നിന്നും അതുപോലെ തന്നെ ഡോക്യുമെന്റുകളിൽ നിന്നും കൂട്ടിച്ചേർത്തിട്ടാണ്. ഇത് കഴിഞ്ഞ് ഇവിടെ ഇത് രൂപപ്പെടുന്നത് ഈ രണ്ട് വസ്തുക്കളിൽ നിന്ന് രൂപപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ്. അങ്ങനെ വലിയൊരു പ്രവർത്തനം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൂടി നമ്മളുടെ ബഹുമാനപ്പെട്ട റോസമരി സിസ്റ്ററോട് പറയുകയുണ്ടായി. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്, അവരാണ് എന്നും ഓർക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് വിശുദ്ധ ക്ലേലിയ ഇവിടെ അനുസ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സഭയ്ക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷയാണ്. മതാധ്യാപകരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സുകളിൽ ഓരോ കാലഘട്ടങ്ങളിലെ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഇതുപോലെ വൈദികരുടെ ജീവിതവും സന്യസ്തരുടെ ജീവിതവും നമ്മുടെ ഒക്കെ വ്യത്യസ്തമായ തലങ്ങളിലെ നമുക്ക് സഹായമാകുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യം, എന്തിന് എന്ന് ചോദിക്കുകയും എനിക്ക് എന്ത് കിട്ടും എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. സിസ്റ്റർ അത് കൃത്യമായിട്ട് പറഞ്ഞു. സമർപ്പിത ജീവിതം ലഭിക്കുന്നതിനെ കുറിച്ചുള്ളതല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കൊടുക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. അവിടെയാണ് ദൈവത്തിനുമുമ്പിൽ നമ്മൾ ഏറ്റവും സ്വീകാര്യരായിട്ട് മാറുക. ഇന്ന് ഈ ദേവാലയം വിശുദ്ധിയുടെ അനുസ്മരണത്തോടും ഈ പ്രകാശനത്തോടും കൂടി അനുഗ്രഹീതമാകുമ്പോൾ ഒരു വലിയൊരു പ്രതീക്ഷ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാമത് പ്രതീക്ഷ, സമർപ്പിത ജീവിതത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകണം. എങ്ങനെ എന്ന് ചോദിക്കാം. രണ്ട് വഴിയാണ്. ഇപ്പം ഇവിടെ ഈ പറയുന്ന പുസ്തകം അവർ വായിക്കാൻ കൊടുക്കുക. രണ്ടാമത് ദേവാലയത്തിലേക്ക് നമ്മുടെ മക്കളെ വിടുക. വേദോപദേശം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതെ ജീവിതത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. വിശുദ്ധ പഠിപ്പിച്ച കാര്യം ഇതാണ്. ആ ഇടവകയിൽ ഈ വേദോപദേശം പഠിപ്പിക്കുവാനായിട്ട് വേദനിക്കുന്നവരുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ചെന്നതുപോലെ നമ്മുടെ മക്കളും ഇടവകയിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവവിളി ഉണ്ടാകും, ഒരു സംശയമില്ല. ഞാൻ 2011 നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ 2021 വന്ന് നിൽക്കുമ്പോൾ, ഈ ദേവാലയത്തിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ, ഇവിടെ നിന്നാണ് ആരംഭിച്ചത്, 21 ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഈ ദേവാലയത്തിൽ. അപ്പോൾ ഈ ദേവാലയത്തിൽ നിന്ന് സന്യസ്ത ജീവിതത്തിലേക്ക് നമ്മളുടെ സിസ്റ്റർ അനുജ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ആൽബിൻ പരിശീലനം ആരംഭിച്ചു. അതുപോലെ തന്നെ ഷാരോണും ഇവിടെ നിന്നുണ്ട്. ഇങ്ങനെ 1-2 പേര് നമ്മളിലുണ്ട്. എങ്കിലും നമ്മളുടെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം സജീവമായ ദൈവിക അനുഭവങ്ങളും അതുപോലെ കൃപകളും നിറഞ്ഞൊരു ദേവാലയമായിരുന്നു, ഇപ്പോഴുമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകണം. അതിന് ഈ പുസ്തകം കാരണമാകട്ടെ. അതിനുവേണ്ടി അധ്വാനിച്ച തങ്കച്ച മാഷ്ക്കും അതുപോലെ തന്നെ ശോഭയ്ക്കും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി സഹായിച്ച വിൽസനും മറ്റെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദിയും അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Thank you, Delegate Sister Gigi Teresa and Sister Teresa Maria to hand over the first Tamil translation book to Joyachan.
Now, Joachan will hand over the first copy of the Tamil translation to Clelia Rose Palayur. The only name we have ever heard is Clelia of our church. Now I request Sister Rosie Chakeri to honor Thangachan Master with a shawl and a memento for his ardent work in translating this book. Thank you, Sister. Next, I request Sister Kochurani to present a memento to Mrs. Shobha Jolly, who worked behind this. Next, I request Delegate Superior Sister Gigi Teresa to present a memento to Wilson Palayur for the financial assistance provided for publishing this book. Thank you, Sister. I request Sister Teresa Maria to present a memento to our vicar for his moral support and guidance. Next, I request Sister Rosa Maria to present a memento to Rector of St. Mary's Minor Seminary, Father Joy Chitlapalli. Thank you, Sister. Next, I request Sister Jesna Maria to present a special memento to Sridhar, who helped for publishing this book. Next, I request Sister Teresa Maria to present a memento to Sridhar's brother Nagendran. Now I request Father Sabu, the principal of Chavra Vidya Bhavan, to speak a few words. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ഇടവകാംഗങ്ങളെ, ഞാനിവിടെ വരുമ്പോൾ 20 വർഷത്തിന് മുൻപുള്ള ഓർമ്മകളുമായിട്ടാണ് ഞാനിവിടെ വരിക. ഈ ദേവാലയം പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുൻപ് എനിക്ക് തോന്നുന്ന ഫാൻസിൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അവിടെയും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴിവിടെയും ജോബി അച്ഛൻ്റെ കൂടെ 2 വർഷത്തോളം ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇടവകക്കാരുടെയും പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കൂടെ ഇവിടുത്തെ കാറ്റഗിസം അതുപോലെ തന്നെ യൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ട് 2 വർഷം ഉണ്ടായിരുന്നു ചമാച്ചനായിട്ട്. അന്നത്തെ ആ സമൂഹവും ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഇടവകയും കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ പാട്ടുപറമ്പിലച്ഛൻ തുടക്കത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞില്ലെങ്കിലും വന്നു എന്ന് പറഞ്ഞു. ഇവിടെ വരാനായിട്ട് ഇപ്പം അച്ഛൻ്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാനായിട്ട് സന്തോഷമുള്ളൂ. പ്രത്യേകിച്ച് ക്ലേലിയ പുണ്യവതിയുടെ പുസ്തകം ട്രാൻസ്ലേഷൻ ഇന്ന് പബ്ലിഷ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഈ അടുത്ത് തന്നെ ഡൺസ്റ്റൺ അച്ഛൻ്റെ ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസ്ലേഷൻ്റെ ബുദ്ധിമുട്ടുകളും പബ്ലിക്കേഷന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇതിൽ തീർച്ചയായിട്ടും ഈ ട്രാൻസ്ലേഷന് സഹായിച്ച 2 പേരെയും തങ്കച്ചൻ മാഷിനെയും എഴുത്തിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. തങ്കച്ചൻ മാഷിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആള് എനിക്ക് തോന്നുന്നു ജനിച്ചപ്പോൾ മുതൽ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ മാഷിൻ്റെ ഒത്തിരി സഹായം എനിക്കും ലഭിച്ചിട്ടുണ്ട്. മാഷിൻ്റെ സഹായം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആ പഴയ ചെറുപ്പം തന്നെയാണ്. ചെറിയൊരു വടി കയ്യിലുണ്ടെന്നുള്ളൂ. അത് കുട്ടികളെ മിണ്ടാതിരിക്കാനായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ സാറിന് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല. ഏതായാലും സാറിനെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്ന് ഇവിടെ ഈ ക്ലേലിയ പുണ്യവതിയുടെ പുസ്തകം പ്രസാദനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഞങ്ങളുടെ പണ്ടത്തെ ഒരു വല്യച്ഛൻ ചോദിച്ചത് തന്നെയാണ് നമ്മളിപ്പോഴും ചോദിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാ
ഓരോ ക്രൈസ്തവനും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള അവബോധത്തിലേക്ക് വളരാൻ ഓരോ തിരുനാളുകളും ഇതുപോലെയുള്ള അവസരങ്ങളും നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമുക്ക് ആ ചിന്തകൾ, നല്ല ചിന്തകൾ, ഉയർന്ന ചിന്തകൾ വരാനായിട്ട് ഇടവരട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Acha. Next, I request our Kaikaran, Jomi K. Joseph, to speak a few words. Representing our parish. പ്രസംഗം പറഞ്ഞൊന്നും ശീലമില്ലാട്ടോ, അതാണ് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. ആദ്യമായിട്ട് നമുക്ക് സിസ്റ്റേഴ്സിന് ഒരു നന്ദി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ നമ്മുടെ ഇടവേല വെച്ച് നടത്തിയത്, അതിനൊരു അവസരം ഒരുക്കി തന്ന സിസ്റ്റേഴ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പോരാത്തതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സിസ്റ്റർ നമ്മുടെ അച്ഛൻ്റെ പെങ്ങളും കൂടി ആട്ടോ. അപ്പോൾ സിസ്റ്ററാണ് അതിൻ്റെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും അവിടെ നിന്നാണ് പിന്നെ തമിഴിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് തങ്കച്ചൻ മാഷ് ശോഭ ഇവരിലേക്ക് ഏൽപ്പിച്ചതും. അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ തങ്കച്ചൻ മാഷിനും ശോഭയ്ക്കൊക്കെ കിട്ടണമെന്ന് പ്രത്യേകം ആശംസിക്കുന്നു. വേറെ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവിധ ആശംസകളും കൂട്ടത്തിൽ നന്ദിയും കൂടി, അതായത് ഇവിടെ വെച്ച് നടത്തിയതിന് പ്രത്യേക ഒരു നന്ദിയും കൂടി പറയുന്നു. നന്ദി, നമസ്കാരം. ആ മൈക്ക് ശരിയാവുന്ന സമയം കൊണ്ട് ശോഭ ഒരു വാക്ക് പറയും. Good morning, everybody. I first thank my God to give me chance to release a book, Saint Clelia. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ. സെയിൻറ്റ് ക്ലേലിയാനെ കുറിച്ച് എനിക്ക് പറയണമെന്ന് വെച്ചാൽ, എനിക്ക് 10th സ്റ്റാൻഡേർഡിൽ മോളുടെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ അച്ഛനടുത്ത് വന്നിരുന്നു. അപ്പോൾ ഇതൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയാൻ. അപ്പോൾ സെയിൻറ്റ് ക്ലേലിയയുടെ തിരുശേഷിപ്പ് അച്ഛൻ തന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ തിരുശേഷിപ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു കള്ളൻ കയറിയപ്പോൾ ആ തിരുശേഷിപ്പോട് കൂടിയിട്ട് ചില സാധനങ്ങളോട് കൂടിയിട്ട് അത് പൊന്നെന്ന് വിചാരിച്ച് അതും അടക്കം കൊണ്ടുപോയതിൻ്റെ അവസരത്തിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ. അതിൻ്റെ എല്ലാം ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നത്. ഇത് എഴുതാനായിട്ട് അത്രയും താല്പര്യത്തോടെ സന്തോഷത്തോടെ കൂടിയിട്ടാണ് ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെ സഹകരണത്തിൽ ഇത് ഞാൻ ചെയ്ത് പൂർത്തിയാക്കിയത്. അപ്പം സെയിൻറ്റ് ക്ലേലിയാവനും ഒത്തിരി നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു. I request Thangachan Master to felicitate the gathering. എനിക്ക് നിന്നിട്ട് സംസാരിക്കാൻ കുറച്ച് വിഷമമാണ്. ദൈവത്തിന് സ്തുതി. ഇന്ന് വരും ഇവിടെ എന്നുള്ള എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നാലും പറ്റില്ലായിരുന്നു. ഇത്രയും നേരം കിടന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും തല മറവിച്ചിരിക്കുകയാണ്. അധികം സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റുകയില്ല. എന്നാലും നിങ്ങളാണ് എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടായിട്ട് ഇരുന്നതും. ഒരാളെയും വിട്ടു പറയാൻ പറ്റില്ല. എല്ലാവരും എല്ലാ കാര്യത്തിലും എന്നെ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നടത്തിയ ഈ ഇടവകയിലെ അംഗങ്ങളിൽ ഒരാളായിട്ട് ഇരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഏവർക്കും നന്ദി. ദൈവം എന്നെ ഇതുവരെ വഴി നടത്തിയതും അതുപോലെ സ്പിരിച്വൽ ഡയറക്ഷൻ കൊടുത്ത് എന്നെ വഴി നടത്തിയ വികാരി അച്ഛനും റെക്ടർ അച്ഛനും എനിക്ക് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും നന്ദി. ഇത് എഴുതി തീർക്കാനായിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. എല്ലാം എങ്ങനെ പറയുന്നു വെച്ചാൽ ഫ്ലോ പോലെ, റിവറിൻ്റെ ഫ്ലോ പോലെയാണ് എല്ലാ കാര്യങ്ങളും. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ആലോചിക്കേണ്ട ആവശ്യമേ വന്നില്ല. എനിക്ക് മലയാളം ഞാൻ പഠിച്ചിട്ടില്ല. ഇവിടെ വന്നാണ് പഠിക്കാനും എഴുതി അറിഞ്ഞൂടാ, സംസാരിക്കാനും പഠിച്ചത്. എന്നാലും ആ പുസ്തകം നോക്കി തമിഴിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് അത്ര ഈസിയായിട്ട് എനിക്ക് പറ്റി. അതിൽ എനിക്കൊരു വിശ്വാസം തോന്നിയത്,
ഈ അപ്പോസ്തലന്മാർ ഗോസ്പലെല്ലാം എഴുതിയത് ഹോളി സ്പിരിറ്റിൻ്റെ ഇൻസ്പിറേഷൻ എന്നാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാട്ട് ഈസ് ഇൻസ്പിറേഷൻ എന്ന്. ഇത്ര കൊല്ലമായി എല്ലാം കംപ്ലീറ്റായിട്ട് ഫ്ലോ പോലെ വന്നു. അതിന് ദൈവത്തിന് നന്ദി. അച്ഛന്മാർ എനിക്ക് ഉപകരിച്ചു, അതിന് അവർക്ക് നന്ദി. അതേപോലെ സിസ്റ്റേഴ്സിന് ഭയങ്കര കടപ്പെട്ടിട്ടുണ്ട്. ക്ലേലിയ വായിച്ചതിൽ ഐ ഹാവ് ബിക്കം വൺ ഓഫ് ദി ഡിവോട്ടീസ് ഓഫ് ക്ലേലിയ എന്നുള്ളതിൽ പറയാൻ സന്തോഷമുണ്ട്. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു ഓൾ. Thank you, Mashe. Now I request Wilson Palayur and family to present a memento to Little Sisters of Mother of Sorrows, shortly known as Clelia Sisters. So I invite the Delegate Superior and Counselor to receive the memento, please. വിശുദ്ധ ക്ലേലിയായുടെ ഈ പടം ഇവരുടെ ചാപ്പലിൽ അല്ലെങ്കിൽ ഇവരുടെ ഹൗസിൽ, പ്രധാന ഹൗസിൽ ഒരു ഓർമ്മയായിട്ട് 151ാമത്തെ ജന്മദിനത്തിൻ്റെ ഓർമ്മയായിട്ട് വിൽസൺ കൊടുക്കുകയാണ്. നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഇടവകയുടെ ഓർമ്മ എന്നുണ്ടാവും. ഒരു അൾത്താരയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെ ഓർക്കും. അതുകൊണ്ട് ഈ പുസ്തകം, ഈ പടം കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടെ അത് റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ കൈയടിക്കാം. Now, I request Delegate Superior to give a small gift to Holy Rosary to Thangachan Master, Shobha Ma'am and Wilson Palayur. Now I request Delegate Superior Sister Gigi Teresa Alukaran to give the vote of thanks. പ്രിയ ജോൺസനച്ച, ജോയച്ച, സാബുച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏവർക്കും ആദ്യമായി തന്നെ ഏറ്റവും അടുത്തു വരുന്ന ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളാശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഒരു നന്ദിയുടെ വാക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നത്. വെറും 8 വയസ്സിൻ്റെ നിഷ്കളങ്കതയിൽ അമ്മേ, എങ്ങനെയാണ് എനിക്കൊരു വിശുദ്ധിയാകാൻ സാധിക്കുക? 21 വയസ്സിൽ ഒരു സന്യാസ കുടുംബത്തിന് രൂപം കൊടുക്കാൻ ത്രിത്വൈക ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, 23 വയസ്സിൽ തൻ്റെ ആത്മനാഥനോടൊത്ത് നിത്യസൗഭാഗ്യത്തിന് വിളിക്കപ്പെട്ട വിശുദ്ധ ക്ലേലിയായെ ഈ തമിഴകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു സ്വപ്നം ഇന്നിവിടെ സാഫല്യമാവുകയാണ്. പ്രാദേശിക ഭാഷയിൽ അവരുടെ ജീവിത താളുകൾ ഇവിടെ പരിഭാഷ ചെയ്യപ്പെട്ടു. ഈ സദുദ്യമത്തിന് ഇതിനു വേണ്ടി അധ്വാനിച്ച പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ ഇതിനായി നിയോഗിക്കപ്പെട്ട ത്യാഗ മനസ്സുകളെ ഒരു നിമിഷം നന്ദിയോടെ ഓർക്കട്ടെ. ഈ ഒരു ആശയം ഹൃദയത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനുവേണ്ടി ഏറെ ത്യാഗത്തോടെ അർപ്പണ മനോഭാവത്തോടെ പ്രയത്നിച്ച, ഇതിനുവേണ്ടി എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് നൽകിയ ജോൺസൺ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഏറെ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും അതിലെല്ലാം മറികടന്ന് ഇതിനുവേണ്ടി ഏറെ അധ്വാനിച്ച് എന്നും ക്ലേലിയ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന അച്ഛൻ്റെ നല്ല മനസ്സിന് ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ ചെയ്യുന്നതിനും അതിനുവേണ്ടിയുള്ള വേദി ഒരുക്കുകയും ക്രമീകരണങ്ങൾ ചെയ്യുകയും ഏറെ സ്നേഹത്തോടെ ഞങ്ങളെ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്ത അച്ഛനെ ഏറെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനും ഇടവകയ്ക്കും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും പ്രത്യേകിച്ച് ഈ അച്ഛൻ നല്ല ആരോഗ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
രാമനാഥപുരം ഇടവകയ്ക്ക് ഏറെ പ്രത്യേകമായി ഇടയാർപാളയം ഈ ഇടവകയ്ക്ക് തന്നെ രാമനാഥപുരം രൂപതയ്ക്കും ഇടയാർപാളകം ഇടവകയ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിത്വമാണ് നമ്മുടെ മാസ്റ്റർ തങ്കച്ചൻ മാസ്റ്റർ. തങ്കച്ചൻ മാസ്റ്ററിനെ സംബന്ധിച്ച് നമുക്കറിയാം, മാഷ് വിശുദ്ധ ക്ലേലിയായെ അറിയാൻ ഇടയായ അന്നു മുതൽ വിശുദ്ധ ക്ലേലിയോട് വളരെ ഭക്തിയും അതിലേറെ ഒരു വാത്സല്യവും ആകർഷണവുമായിരുന്നു മാഷക്കുണ്ടായിരുന്നത്. ഇന്ന് നമ്മളിവിടെ പ്രകാശനം ചെയ്ത ഈ അൻപിൻ ഗീതം എന്ന പുസ്തകം മാഷിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന മാഷിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ അസ്വസ്ഥമായ സാഹചര്യത്തിലാണെങ്കിൽ തന്നെയും രോഗാവസ്ഥയിലാണെങ്കിലും നല്ല ഒരു കാഴ്ചവെച്ചുകൊണ്ട് തന്നെ മാഷ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി മാഷ് വളരെയധികം പ്രയത്നിച്ചു. മാഷ് ചെയ്ത ഈ വലിയൊരു സംരംഭം തന്നെ ഒരിക്കലും മാഷിനോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് വാക്കുകളിൽ ഒതുക്കാനാവുകയില്ല. ഈ അവസരത്തിൽ മാഷിനും കുടുംബത്തിനും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിശുദ്ധ ക്ലേലിയായുടെ മാധ്യസ്ഥ്യം കൃപയായി ഒഴുകട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നല്ല ആരോഗ്യവും കൊടുത്ത് ഇനിയും ഇതുപോലെ ധാരാളം നന്മകൾ ചെയ്യുവാൻ മാഷിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒപ്പം പ്രാർത്ഥിക്കുകയാണ്. തങ്കച്ചൻ മാഷോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിത്വമാണ് മിസ്സിസ് ശോഭ ജോളി. ടീച്ചറിനെ സംബന്ധിച്ചും ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും അതുപോലെ ഇടവകയിലെ മതബോധനം മറ്റു ശുശ്രൂഷകൾ എല്ലാത്തിലും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ടീച്ചർ ഈ ഒരു കാര്യത്തിന് നല്ലൊരു സമയം കണ്ടെത്തുകയും തൻ്റെ കഴിവും തൻ്റെ സമയവും എല്ലാം ഇതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത ശോഭ ടീച്ചറെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. പലപ്പോഴും ശോഭ ടീച്ചറെ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ നേരിൽ കാണുന്നത്. പക്ഷെ ഫോൺ വഴി പലപ്പോഴും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ലേലിയ സിസ്റ്റേഴ്സിന് അസൂയ തോന്നാവുന്ന വിധത്തിൽ ടീച്ചർക്ക് ക്ലേലിയോടുള്ള ആ ഒരു സ്നേഹം, പ്രത്യേകിച്ച് വിശുദ്ധ ക്ലേലിയായ യുവജനങ്ങളിലേക്ക് എത്തിക്കണം, എല്ലാവരും ക്ലേലിയനെ അറിയണം എന്നുള്ള ആ ഒരു വലിയൊരു ആഗ്രഹം നമുക്ക് ആ സംസാരത്തിലൂടെ പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ടീച്ചറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ടീച്ചറിൻ്റെ കുടുംബത്തിനും വിശുദ്ധ ക്ലേലിയായുടെ അനുഗ്രഹം മാധ്യസ്ഥം ധാരാളം ഉണ്ടാകട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ ഈ ഒരു സംരംഭത്തിന് ഔദാര്യപൂർവം സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കുവാനായി കടന്നു വന്ന ശ്രീ വിൻസെന്റ് പാലിയൂർ, അദ്ദേഹം ഈ ഇടയാർപാളയം ഇടവാംഗമാണെങ്കിലും വടക്കാഞ്ചേരി സ്വദേശിയാണ്. വടക്കാഞ്ചേരി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്ലേലിയ സിസ്റ്റേഴ്സിന് ഞങ്ങളുടെ ഇന്ത്യയിലെ ആദ്യത്തെ 2 ഭവനങ്ങളും വടക്കാഞ്ചേരിയിൽ തന്നെയാണ്. ഒപ്പം 2000 ഓഗസ്റ്റ് 28-ാം തീയതി ഞങ്ങളുടെ 3 സിസ്റ്റേഴ്സ് ഇറ്റലിയിൽ ഒരു വാഹന അപകടത്തിൽ മരിക്കുകയുണ്ടായി. അതിലൊരു സിസ്റ്റർ റൊസാഞ്ചല ചെറുവത്തൂർ വിൻസെന്റ് പാലിയൂരിന്റെ ബന്ധുവും കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാമനാഥപുരം രൂപതയിൽ തന്നെ ക്ലേലിയ എന്ന പേരുള്ള ഏക പെൺകുട്ടി വിൻസെന്റ് ചേട്ടന്റെ മകളാണെന്ന് തോന്നുന്നു. വേറെ ആർക്കും ഈ രാമനാഥപുരം രൂപതയിൽ പേരുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇല്ല. അപ്പോൾ അഭിനന്ദിക്കുകയാണ്. വിശുദ്ധ ക്ലേലിയായുടെ മാധ്യസ്ഥം ആ മകൾക്കും അവരുടെ കുടുംബത്തിനും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും ഈ വേദിയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്ത ജോയിച്ചിനെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ്. ഒപ്പം ഈ ഇടവകയിൽ അച്ഛൻ പ്രസംഗമതി പറയുകയുണ്ടായി, സ്വന്തം കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പ്രതീതിയാണ് അച്ഛൻ ഇവിടെ വരുമ്പോൾ എന്ന്. നിങ്ങൾക്ക് സ്വന്തം കുടുംബത്തിലെ ഒരു മകൻ കടന്നു വന്ന പ്രതീതി അച്ഛനിലൂടെ നമുക്കിവിടെ ഇന്നുണ്ടായി. അച്ഛൻ സെമിനാരിയിൽ ഞങ്ങൾക്കും ഈ അച്ഛനോടൊപ്പം 7 വർഷക്കാലം ഞങ്ങളുടെ സന്യാസ സമൂഹത്തിന് അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ കൃപയുണ്ടായി. നമുക്കറിയാം, റെക്ടർ എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വങ്ങളും ഒത്തിരിയേറെ തിരക്കുമുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിനായി അച്ഛനെ ഞങ്ങൾ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇന്നത്തെ ദിവ്യബലിക്കും ഈ പുസ്തകത്തിന്റെ പ്രകാശത്തിനുമായി ഇവിടേക്ക് കടന്നു വരാൻ മടി കാണിക്കാതെ ഇതിനു വേണ്ടി നല്ല മനസ്സ് കാണിച്ച അച്ഛനെ ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഒപ്പം ഇന്ന് നമുക്ക് വന്നു കിട്ടിയ ഒരു ഭാഗ്യം എന്നോണം സാബു അച്ഛൻ നമ്മുടെ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന അച്ഛനെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു.
ഒപ്പം നമ്മളുടെ ഈ പുസ്തകം ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്ന ഈ പുസ്തകം വളരെ മനോഹരമായ അച്ചടിയുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ച ശ്രീധരനും സഹോദരനും ഒരു വാക്ക് നന്ദി. നമുക്കറിയാം പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യർ പല കാര്യങ്ങളും ആലോചിച്ചു വെക്കുന്നു, എന്നാൽ തീരുമാനം ദൈവത്തിൻ്റെ മാത്രമാണ്. പല വേദികളും പല തീയതികളും ഞങ്ങൾ ഈ പ്രകാശത്തിന് വേണ്ടി ചിന്തിച്ചതായിരുന്നു. പക്ഷേ ദൈവനിയോഗം എന്നോണം ഈ ഇടയാർപാളയം ഇടവകയുടെ ചരിത്രത്തിലാണ് ഇത് എഴുതേണ്ടതെന്ന് ഇന്ന് ദൈവം തീരുമാനിച്ചു. ഈ അവസരത്തിൽ ഇവിടെ വെച്ച് തന്നെ ഈ ഇടവകയിൽ വെച്ച് ഈ പുസ്തകത്തിന് പ്രകാശനം നടത്താനും അതിനായി ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്ത ഇവിടുത്തെ ഇടവകാംഗങ്ങൾക്കും ഏറെ പ്രത്യേകമായി ട്രസ്റ്റിമാർക്കും ഞങ്ങൾ ഏറെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. ഇന്ന് വിശുദ്ധ ക്ലേലിയാനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നേ ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിലും കുറേ പേർക്ക് ചിലപ്പോൾ പുതിയതായിട്ടായിരിക്കും വിശുദ്ധ ക്ലേലിയാനെ പരിചയപ്പെട്ട് കിട്ടിയത്. വിശുദ്ധ ക്ലേലിയയുടെ ജീവിത വിശുദ്ധം മനസ്സിലാക്കിയ നമുക്ക് ഇനിയും ധാരാളമായി വിശുദ്ധ ക്ലേലിയോട് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ക്ലേലിയയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ഇടവകയ്ക്കും കുടുംബത്തിനും വ്യക്തിപരമായും ധാരാളം അനുഗ്രഹങ്ങൾ നല്ല തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ മധുബഹയുടെ താഴെ വെച്ച് ഓരോ കുടുംബത്തിനും ഒരു ലാമിനേറ്റഡ് A4 സൈസ് പടം, കളർ പടം നിങ്ങൾക്ക് തരും. ഒരു പ്രയറും തരും. അതൊരു വീട്ടിന് ഒരു പടമാണ് നമ്മൾ ഉദ്ദേശിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സിസ്റ്റേഴ്സിന് നന്ദി പറഞ്ഞത് വാങ്ങിക്കൊണ്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാപ്പി ഒരുക്കിയിട്ടുണ്ട്. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് കാപ്പിയും കഴിക്കാനായിട്ട് സ്നാക്സും വെച്ചിട്ടുണ്ട്. അത് സിസ്റ്റേഴ്സ് തരുന്നൊരു സ്നേഹമാണ്. അതുകൊണ്ട് അതും നിങ്ങൾ പങ്കുചേരണമെന്ന് സ്നേഹത്തോടു കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ സിസ്റ്റേഴ്സ് ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ഈ പടവും പ്രയർ ബുക്കും നിങ്ങൾക്ക് തരും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. ജോയിച്ചൻ സമാപന പ്രാർത്ഥന ചൊല്ലി നമ്മളെ ബ്ലസ് ചെയ്യും. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ ഭവനത്തിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടി അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്ത് അതിനെ ഉപകരണങ്ങളാക്കിയവരെ നന്ദിയോടെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ എല്ലാവരെയും അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നവ തിരിച്ചറിഞ്ഞ് എന്നും അങ്ങയുടെ മഹത്വത്തിനായി നൽകപ്പെട്ടുള്ള എല്ലാം ഉപയോഗിക്കുവാൻ, അതുവഴി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്നെ വഴിയൊരുക്കുന്നുവല്ലോ. ഈശോയെ, ഈ സിസ്റ്റേഴ്സിനോട് ചേർന്ന് ക്ലേലിയ സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ നന്ദിയും ആരാധനയും അങ്ങ് സ്വീകരിക്കണമേ. അതുവഴി അങ്ങയുടെ ഈ ഇടവകയ്ക്കും സഭയ്ക്കും ഈ രൂപതയ്ക്കും സമൂഹത്തിനുമൊക്കെ എന്നും സാക്ഷ്യം വഹിക്കുന്ന അങ്ങയുടെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന മക്കളായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ധാരാളം ദൈവവിളികൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്നുണ്ടാകാൻ ഞങ്ങൾ ഈ സമയം വിശുദ്ധിയുടെ മാധ്യസ്ഥത്താൽ പ്രത്യേകം യാചിക്കുകയാണ്. അങ്ങ് തന്നെ അങ്ങയുടെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ വേണ്ട പ്രചോദനം കുഞ്ഞുമക്കളിലേക്ക് നൽകിക്കൊണ്ട് രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ അനുഗ്രഹത്തിൻ്റെ സമ്മാനം രൂപപ്പെടുത്തുവാനായിട്ട് അധ്വാനിച്ചവരെയും അവരുടെ കുടുംബങ്ങളെയും അതിന് സഹായിച്ചവരെയും കൂടെ നിന്നവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജോൺസണിനെയും ഇന്ന് ഈ വേദിയിൽ വന്നു ചേർന്ന ക്ലേലിയ സഭാ സമൂഹത്തിലെ എല്ലാ സഹോദരങ്ങളെയും അവരുടെ സഭാ സമൂഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ അവസരത്തിൽ ഇവിടെയുള്ള എല്ലാവരോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ ജന്മതിരുനാൾ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ വലിയ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ, അങ്ങനെ അങ്ങയോട് ചേർന്നും അങ്ങയുടെ സ്നേഹത്തെ സാക്ഷി വഹിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഒരിക്കൽ കൂടി അങ്ങയുടെ മുമ്പിലെ എല്ലാവരെയും വിശുദ്ധിയുടെ മാധ്യസ്ഥത്താൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരിലും, നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും, നമ്മുടെ എല്ലാ ഭവനങ്ങളിലും, നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.